നമസ്കാരം. ലീഗിനെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കവുമായി കോൺഗ്രസ്. സാദിഖലി തങ്ങളുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 മണിക്ക്. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമെന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്നും സാദിഖലി ശിഹാബ് തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ. കെ സുധാകരൻ വൈകിട്ട് പാണക്കാടെത്തും. പ്രശ്നങ്ങൾ തീർപ്പാക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ലെന്ന് എം.കെ. മുനീർ അമൃത വാർത്തകളോട്. പലസ്തീൻ ഐക്യദാർഢ്യ റാലി കോൺഗ്രസ് നടത്തണമെന്ന് യു.ഡി.എഫ് യോഗത്തിൽ ഉന്നയിക്കുമെന്നും മുനീർ. ഛത്തീസ്ഗഡിൽ വോട്ടെടുപ്പിനിടെ മാവോയിസ്റ്റ് ആക്രമണം. സുഖമയിലും നാരായൺപൂരിലും ആക്രമണങ്ങളിൽ 2 ജവാന്മാർക്ക് പരിക്ക്. മിസോറാമിലും വോട്ടെടുപ്പ് തുടരുന്നു. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ കുറ്റപത്രം സമർപ്പിച്ചു. MC കമറുദ്ദീൻ MLA ഉൾപ്പെടെ 29 പ്രതികൾ. കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണം പൂർത്തിയായ 15 കേസുകളിൽ. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ യോഗങ്ങളുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ തടയുമെന്ന് മുന്നറിയിപ്പ്. പോലീസുകാരുടേത് മാർപ്പർഹിക്കാത്ത തെറ്റെന്ന് ചെന്നിത്തല. സ്വന്തം സ്ഥലത്ത് സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി മുക്കുടം പദ്ധതി ഉദ്ഘാടന ഘട്ടത്തിലേക്ക്. പദ്ധതി നടപ്പിലാക്കിയത് 7 സുഹൃത്തുക്കൾ ചേർന്ന്. ഉൽപ്പാദിപ്പിക്കുക 4 മെഗാവാട്ട് വൈദ്യുതി. വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ലീഗ് കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമെന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്നും സാദിഖലി ശിഹാബ് തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ. കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടായാലും ലീഗിനകത്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ 2 പാർട്ടികളല്ലേ. കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടായാൽ കോൺഗ്രസ് തീർക്കും, ലീഗിനകത്ത് പ്രശ്നമുണ്ടായാൽ ലീഗ് തീർക്കും. 2 രാഷ്ട്രീയ പാർട്ടികളാണ്, ഒരു പാർട്ടിയല്ല. ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ്. അപ്പോൾ ഏത് പാർട്ടിയിൽ ആഭ്യന്തരമായ വിഷയങ്ങളുണ്ടായാലും അതാത് പാർട്ടികളുടെ നേതൃത്വം അത് പരിഹരിക്കുന്നതിന് കോമ്പിറ്റന്റ് ആണ്, അവരത് ചെയ്യും. ഇടതുപക്ഷം പല വിഷയങ്ങളിലും ലീഗിന് സെമിനാറിൽ ക്ഷണിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ ക്ഷണങ്ങൾ പലതവണ ലീഗിന് വന്നതാണ്. പല സെമിനാറുകൾക്ക് ഇടതുപക്ഷം ക്ഷണിച്ചതാണ്. അതിനൊക്കെ ലീഗ് മുന്നണി മര്യാദ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യം. അതെല്ലാം അവർ വളരെ കൃത്യമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വലിയ അഭിമാനവും സന്തോഷമുണ്ട്. നമ്മൾ അതായല്ലോ സ്വാഭാവികം. അല്ല, ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇപ്പൊ സ്വാഭാവികമായി അദ്ദേഹം ഇവിടെ വരുമ്പോ ഉണ്ടാകുന്ന ചർച്ച എന്ന് പറയുന്നത് UDF-നെ ശക്തമാക്കി കൊണ്ടുപോകുക എന്നുള്ളതിനല്ലേ. അപ്പോ കഴിഞ്ഞ UDF സമിതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ UDF-ന്റെ വിചാരണ സദസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമ്പയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ആ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നു. മറ്റ് പ്രത്യേക അജണ്ടകൾ വന്നിട്ടില്ല. UDF അതിശക്തമായി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായി. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചർച്ച ചെയ്തു. അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് അദ്ദേഹം സൗഹൃദ സംഭാഷണമാണ് എന്ന് പറഞ്ഞല്ലോ, അല്ലാതെ പ്രത്യേക അജണ്ടകളൊന്നും പറഞ്ഞ മറ്റൊരു കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അത് കോൺഗ്രസ് നോക്കുക എന്നല്ലാതെ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അല്ല, അതില്ല. കോൺഗ്രസിനകത്ത് ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇല്ല. അത് ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. അതേസമയം KPCC അധ്യക്ഷൻ കെ സുധാകരൻ വൈകിട്ട് പാണക്കാടെത്തും. സാദിഖലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് കൂടിക്കാഴ്ച. TK അരവിന്ദൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. അരവിന്ദൻ, ലീഗിനെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ലീഗിനെ മാറ്റി നിർത്തി ഒരു പോക്ക് കോൺഗ്രസിന് അനുയോജ്യമാകില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദനയാകുമെന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാകില്ല ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയും അനുനയ നീക്കങ്ങളും ഒക്കെ സജീവമാക്കുന്നത് കോൺഗ്രസ്?
നന്ദു, തീർച്ചയായും അത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസും UDF-ഉം ഒരുപോലെ പ്രതിസന്ധിയിലാവുകയാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ. അതേസമയം ഇരു പാർട്ടികളിലെയും ആഭ്യന്തര വിഷയങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു UDF-ലെ തന്നെ ഒരു പ്രശ്നമായി രൂപാന്തരപ്പെട്ട് മാറുമായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇതിനെ ഒന്ന് അന്വയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് VD സതീശൻ ഇന്ന് പാണക്കാട് എത്തിയത്. PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വെറും ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ് ഇന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞെങ്കിലും ലീഗിലെ UDF-ലെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. CPM പരിപാടിയിൽ ലീഗിനെ ക്ഷണിച്ചതും അവർ ആദ്യം പോകാൻ തീരുമാനിച്ചതും കോൺഗ്രസിനെ അസ്വസ്ഥമാക്കിയിരുന്നു. എന്നാൽ മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇക്കാര്യത്തിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനാൽ തന്നെ അതിനെ VD സതീശൻ അഭിനന്ദിച്ചു. ഒപ്പം തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലെ UDF സംവിധാനത്തെയും ബാധിക്കുന്നു എന്ന മുന്നറിയിപ്പും ലീഗ് നേതാക്കൾ VD സതീശന് കൈമാറി. എന്തായാലും പ്രശ്നങ്ങൾ ഇരു പാർട്ടികളിലെയും ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുമെന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഈ ഇരു പാർട്ടികളും എടുത്തിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിലുണ്ടായ തീരുമാനം. നന്ദു. ശരി, TK അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. ആര്യടൻ ഷൗക്കത്തിന്റെ അച്ചടക്ക നടപടി വിവാദത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല. അച്ചടക്ക സമിതിക്ക് മുന്നിലിരിക്കുന്ന കാര്യമാണത്, ഉടൻ പരിഹാരം കാണുമെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം CPM-ലേക്ക് ആര് വന്നാലും സ്വീകരിക്കുമെന്നത് ഇടതുപക്ഷത്തിന്റെ അവസരവാദ നിലപാടാണെന്നും ലീഗ് UDF-ന്റെ അഭിവാജ്യ ഘടകമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് അവസരവാദ പാർട്ടിയാണ്. ആര് വന്നാലും അവരെ തലയിൽ വെച്ച് നടക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ കാലുമാറ്റത്തെയും കൂറുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കുക, മുന്നണിയിൽ നിന്ന് കക്ഷികളെ മാറ്റുക, ഇതെല്ലാമാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഒരാളിനെയും CPM-ന് കിട്ടാൻ പോകുന്നില്ല. പോയവരുടെയൊക്കെ സ്ഥിതി ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF-ന്റെ ഘടകകക്ഷിയായി 4 പതിറ്റാണ്ട് കാലത്തിലേറെ പ്രവർത്തിച്ചു വരികയാണ്. വിഭാഗീയതയിലും പടലപ്പിണക്കത്തിലും കോൺഗ്രസിന് താക്കീതുമായി മുസ്ലിം ലീഗ്. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ഇനി നിസ്സാരമായി തള്ളിക്കളയാനാകില്ലെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ലീഗ് നേതാവ് MK മുനീർ. പ്രശ്നങ്ങൾ തീർപ്പാക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ല എന്നും മുന്നറിയിപ്പ്. പലസ്തീൻ ഐക്യദാർഢ്യ റാലി കോൺഗ്രസ് നടത്തണമെന്ന് UDF യോഗത്തിൽ ലീഗ് ഉന്നയിക്കുമെന്നും MK മുനീർ അമൃത വാർത്തകളോട് പറഞ്ഞു. UDF വിട്ട് മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും ചർച്ചകളും രാഷ്ട്രീയ കേരളത്തിൽ സജീവമാകുമ്പോഴാണ് കോൺഗ്രസിന് താക്കീതുമായി ലീഗ് രംഗത്ത് വരുന്നത്. പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ CPM-ന്റെ ക്ഷണം ലീഗ് നിരസിച്ചുവെങ്കിലും കോൺഗ്രസിന്റെ ആശങ്കകൾ പൂർണ്ണമായും വിട്ടൊഴിയുന്നില്ല. ഇടതുപാളയത്തിലേക്ക് ചേക്കേറാനുള്ള ലീഗിന്റെ നീക്കങ്ങൾക്ക് ശക്തമായ തടയിടൽ എല്ലാ കാലത്തും നടത്തുന്നത് MK മുനീർ തന്നെയാണ്. ലീഗിനെ UDF-ൽ ഉറപ്പിച്ചു നിർത്തുന്ന പ്രധാന ഘടകവും മുനീറാണ്. ആ മുനീർ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു വലിയ കപ്പലിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിന് ആരോട്ടം ഉണ്ടാക്കിയാലും ആ കപ്പൽ ഒന്നായിട്ട് മുങ്ങും. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, കോൺഗ്രസിനകത്ത് എന്തെങ്കിലും വിഭാഗീയതയോ അല്ലെങ്കിൽ പടലപ്പിണക്കങ്ങളോ നേതൃനിരയിൽ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതവർ തീർക്കണം. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത് തീർത്തേ പറ്റും. അവർ അങ്ങനെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നും പറഞ്ഞ് പോകാൻ പറ്റില്ല. ഇത് ഈ ഒരു മത്സരം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന് പോകുന്ന കുട്ടിക്കളിയല്ല. മുന്നണി മര്യാദകൾക്കനുസരിച്ച് മുസ്ലിം ലീഗിനെ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുനീർ. പലസ്തീൻ ഐക്യദാർഢ്യ റാലി കോൺഗ്രസ് നടത്തണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ നിലപാട് UDF-നകത്ത് പറയാതെ ഞാനല്ല പറയേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഉണ്ടല്ലോ അതിനകത്ത്, UDF-നകത്ത്. അപ്പോൾ UDF അങ്ങനെ ഒരു യോഗം കൂടുമ്പോൾ മുസ്ലിം ലീഗ് ആലോചിച്ചിട്ട് എന്താണ് പറയേണ്ടത് എന്ന് തീരുമാനിച്ച് അതിനകത്ത് പറയും. അതേസമയം ആശയപരമായി ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടിയുമായി മുസ്ലിം ലീഗിന് ഒരുമിച്ച് പോകാനാകില്ല എന്ന് അടിവരയിട്ട് പറയുന്നു മുനീർ. പലസ്തീൻ റാലിയുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്തിനെതിരെ കടുത്ത നടപടി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും മുനീർ പറഞ്ഞുവെക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് KSU വിദ്യാഭ്യാസ ബന്ദ് KSU മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് KSU ആഹ്വാനം ചെയ്തത്. മാനസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മാനസ, കഴിഞ്ഞ ദിവസത്തെ ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന വ്യാപകമായി തന്നെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ ബന്ദ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നന്ദു, ഇതുവരെയും പ്രതിഷേധ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും വിദ്യാഭ്യാസ ബന്ദ് പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെയാണ് വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും എല്ലാ കോളേജുകളും പഠിപ്പ് മുടക്കി പ്രതിഷേധത്തിൽ തുടരുകയാണ്. അതേസമയം കോളേജുകൾ മാറ്റി നിർത്തി സ്കൂളുകളിലേക്ക് ഈ ഒരു വിദ്യാഭ്യാസ ബന്ദ് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും KSUവിന്റെ ഇന്നലത്തെ പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് KSU ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. ഏതായാലും ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഒരു കേരളവർമ്മ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആർ ബിന്ദു ഇടപെടൽ നടത്തിയെന്ന് ആരോപിച്ചാണ് ഇന്നലെ KSU സമരവുമായി വസതിയിലേക്ക് പ്രവേശിച്ചത്. ഏതായാലും മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തെ തുടർന്നായിരുന്നു സമരം. അതിനിടയിലാണ് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. അതിലാണ് 3 വിദ്യാർത്ഥികൾക്കോളം വലിയ ഗുരുതരമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഇത്തരത്തിലൊരു അക്രമ സ്വഭാവം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് KSU നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. വരുന്ന മണിക്കൂറുകളിൽ ശക്തമായ ഒരു പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വം പറഞ്ഞിരുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ തലസ്ഥാനത്തും ഒരു കനത്ത രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇതിൽ മറുപടി പറയേണ്ടത് എന്നാണ് നേരത്തെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. ഏതായാലും ശക്തമായ രീതിയിൽ മാനസയാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും KSU പ്രവർത്തകർക്കെതിരെ ഉണ്ടായത് മാപ്പർഹിക്കാത്ത തെറ്റെന്ന് രമേശ് ചെന്നിത്തല. വിദ്യാർത്ഥികളെ ഭീകരമായി മർദ്ദിച്ചു. ആശുപത്രിയിലെത്തിയപ്പോൾ ചികിത്സ പോലും നൽകാൻ കഴിഞ്ഞില്ല. ആക്രമണത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് അച്ചടക്ക സമിതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഞാനിപ്പോൾ പ്രതികരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ P. മോഹനൻ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് കാര്യം ഇതിനോട് അവരുടെ പ്രതികരണം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? സംഘടിപ്പിക്കുന്ന CPIM-ന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ എല്ലാ വിഭാഗം ആളുകളും കക്ഷിഭേദങ്ങളെല്ലാം മാറ്റിവെച്ച് അണിനിരക്കേണ്ട പരിപാടിയാണ് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് CPIM സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ ആശംസയും നേരുന്നു. എല്ലാവരും പങ്കെടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് സാങ്കേതികമായ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കുന്നതിന് പ്രയാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എവിടെയാണത് ആള് കുറയാനിടയാകുന്ന? ഞങ്ങളും ലീഗും കൂടി സംഘടിപ്പിച്ചതല്ലല്ലോ. CPIM-ന് ഇപ്പോൾ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഇപ്പോൾ ജില്ല കേന്ദ്രീകരിച്ച ഒരു പരിപാടി ഞങ്ങൾ തീരുമാനിച്ച് നടത്താൻ പറ്റിയ സൗകര്യപ്രദമായ ഒരു സ്ഥലം കോഴിക്കോട്ടില്ല എന്നുള്ളത് അറിയാവുന്നവർ, ഞങ്ങളെപ്പോലെ തന്നെ അറിയാവുന്നവരാണല്ലോ മാധ്യമ പ്രവർത്തകന്മാർ. അതുകൊണ്ട് ആള് കൂടുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ആള് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവർക്കുള്ള സൗകര്യങ്ങൾ എങ്ങനെ ഏർപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുറത്തെല്ലാം എത്രത്തോളം സംവിധാനങ്ങൾ, സൗണ്ട് സിസ്റ്റം, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ എങ്ങനെ ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് ആരും പങ്കെടുക്കേണ്ടെന്നല്ല പറഞ്ഞത്. എല്ലാവർക്കും പങ്കെടുക്കേണ്ടുന്ന പരിപാടിയാണിത്. ഞങ്ങൾക്കിതിൽ നേതൃത്വത്തിന് സാങ്കേതികമായിട്ടുള്ള പ്രയാസമുണ്ട് എന്നുള്ളത്.
ഇതിനകത്ത് ലീഗെന്നോ കോൺഗ്രസ് എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ പലസ്തീൻ ജനതയോട് സഹാനുഭൂതി കാണിക്കുന്ന, ഈ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ ഈ കൂട്ടക്കുരുതിക്കെതിരായി ചിന്തിക്കുകയും അതിന് എതിരായിട്ട് അണിനിരക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകളെയും വിശാല മനസ്സോടുകൂടി, തുറന്ന മനസ്സോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അത്തരം ആളുകളെ മുഴുവൻ വന്നു ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഇതെന്താണെന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ളൊരു വിഷയത്തിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നേതൃത്വവുമെല്ലാം എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള പ്രശ്നമാണ്. അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെയും ഇക്കാര്യത്തിലുള്ള സമീപനം തികച്ചും പോസിറ്റീവാണ്. ഇതൊരു രാഷ്ട്രീയമായ വിഷയമോ ഒരു പുതിയ കൂട്ടുകെട്ടിൻ്റെ വിഷയമോ ഒന്നുമല്ല. ഇതൊരു മനുഷ്യസ്നേഹപരമായ ഒരു ചുമതലയാണ്. നിങ്ങൾ പാർട്ടിയുടെ PB അംഗമായ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി PB അംഗവുമായ ഗോവിന്ദൻ മാഷ് പങ്കെടുക്കുന്നു. അവിടെ പിന്നെ അതിനപ്പുറം എന്താണ്? CPM-ന്റെ എല്ലാ നേതാക്കന്മാരെയും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. കാസർകോട്ടെ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. 15 കേസുകളിലാണ് കുറ്റപത്രം നൽകിയത്. കേസിൽ മഞ്ചേശ്വരം മുൻ MLA MC കമറുദ്ദീൻ ഉൾപ്പെടെ 29 പേർ പ്രതികളാണ്. ബഡ്സ് ആക്ട്, നിക്ഷേപകര താൽപര്യ സംരക്ഷണ നിയമം, IPC 420, 406, 409 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത്. രേഖകളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയായ കേസുകളിലാണ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 168 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ മുഖ്യപ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. ഛത്തീസ്ഗഡിലെ 20 നിയമസഭാ മണ്ഡലങ്ങളുടെയും മിസോറാമിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിലെ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ വോട്ടെടുപ്പിനിടെ മാവോയിസ്റ്റ് ആക്രമണമുണ്ടായി. സുഖമയിലും നാരായൺപൂരിലും ആക്രമണങ്ങളിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റു. മിസോറാമിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. ബസ്തർ മേഖലയിൽ 120 രാഷ്ട്രീയ നേതാക്കൾക്ക് സുരക്ഷ ഏർപ്പെടുത്തി. അർദ്ധസൈനിക വിഭാഗങ്ങളും സംസ്ഥാന പോലീസും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3 മണിവരെയാണ് വോട്ടെടുപ്പ്. ഛത്തീസ്ഗഡിലെ രണ്ടാം ഘട്ടം നവംബർ 17-നാണ്. രണ്ടാം ഘട്ടത്തിൽ 70 സീറ്റുകളിലാണ് പോളിംഗ്. മധ്യപ്രദേശിൽ 17-നും രാജസ്ഥാനിൽ 25-നും തെലങ്കാനയിൽ 30-നുമാണ് വോട്ടെടുപ്പ്. ഡിസംബർ 3-നാണ് വോട്ടെണ്ണൽ. സ്വന്തം സ്ഥലത്ത് സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മുക്കുടം പദ്ധതി ഉദ്ഘാടന ഘട്ടത്തിലേക്ക്. ഇടുക്കി മുക്കുടം ജലവൈദ്യുത നിലയം 4 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിക്കുക. 7 സുഹൃത്തുക്കൾ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ 5ാമത്തെ സ്വകാര്യ വൈദ്യുതി പദ്ധതിയായ മുക്കുടം പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. സ്വകാര്യ വ്യക്തി സ്വന്തം സ്ഥലത്ത് നിർമ്മിക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റ് കൂടിയാണ് മുക്കുടം ജലവൈദ്യുത പദ്ധതി. 4 മെഗാവാട്ട് വൈദ്യുതിയാണ് പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ 12ാമത്തെയും ഇടുക്കി ജില്ലയിലെ 5ാമത്തെയും സ്വകാര്യ ജലവൈദ്യുത നിലയമാണ് മുക്കുടം. കൊന്നത്തടി പഞ്ചായത്തിലെ പണിക്കൻകുടി മേഖലയിൽ നിന്നും ഉത്ഭവിച്ച് പുല്ലുകണ്ടം, പാറത്തോട്, കമ്പിളികണ്ടം, മുക്കുടം പ്രദേശങ്ങളിലൂടെ ഒഴുകി പനംകുട്ടിക്ക് സമീപം മുതിരപ്പുഴയാറിൽ ചേരുന്ന പാറത്തോട് തോട്ടിലെ വെള്ളം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 4 മെഗാവാട്ട് നമ്മൾ മഴക്കാലത്ത് മാത്രമായിരിക്കും 4 മെഗാവാട്ട് നമുക്ക് കിട്ടുക. ഒരു 2-3 മാസം, ഒരു വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ജനറേഷൻ 1.1 കോടി യൂണിറ്റാണ്. ഇതിവിടെ 2 കിലോമീറ്റർ അപ്പുറമുള്ള നേരിയമംഗലം പവർ ഹൗസിലേക്കാണ് ഇപ്പം കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ KCB ഗ്രിഡിലേക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു ട്രയൽ റൺ കംപ്ലീറ്റ് നാളെയും കൊണ്ട് പൂർത്തിയാവും. മുക്കുടത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ചതുരക്കള്ളിപ്പാറയിൽ നിർമ്മിച്ച 10 മീറ്റർ ഉയരവും 29.45 മീറ്റർ നീളവുമുള്ള അണക്കെട്ടിൽ നിന്ന് 323.7 മീറ്റർ താഴ്ചയിലുള്ള പവർ ഹൌസിലേക്ക് 1310 മീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വെള്ളമെത്തിച്ച് 2 മെഗാവാട്ട് ശേഷിയുള്ള 2 ടർബൈനുകൾ ചലിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 2 കിലോമീറ്റർ അകലെയുള്ള KSCB-യുടെ പനംകുട്ടി പവർ ഹൌസിലേക്ക് പുതിയതായി വലിച്ച ലൈൻ വഴി എത്തിച്ചാണ് ഗ്രിഡിലേക്ക് നൽകുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി ഇന്ത്യക്കകത്തും പുറത്തുമായി വിവിധ
സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന 7 യുവ എഞ്ചിനീയർമാരാണ് ഈ സംരംഭത്തിന് പിന്നിൽ. കമ്പനിയുടെ CMD-യും കമ്പളികണ്ഠം സ്വദേശിയുമായ രാകേഷ് റോയിയാണ് 2014 ജൂണിൽ ഇവിടെ ഒരു പദ്ധതിയുടെ സാധ്യത തിരിച്ചറിഞ്ഞതും സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി മുക്കുടം ഇലക്ട്രോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചതും. 2015 ഡിസംബറിൽ 1 മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതി റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു. 2018 മാർച്ച് മാസത്തിൽ കേരള സർക്കാരിന്റെ അനുമതിയും ലഭിച്ചു. കോവിഡ് കാലത്തെ പല പ്രതിസന്ധികളും തരണം ചെയ്താണ് 4.5 വർഷം കൊണ്ട് പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത്. പ്രതിവർഷം 11 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, ഇടുക്കി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. No, you start. You have to. Supreme Court has said that governors should not take a long time in deciding on bills passed by state legislatures. They have given some ruling. They made a combined text. Without whatever Supreme Court says, everybody knows that we all not only respect, we are bound by whatever they say, but that should be in the form of a ruling. I can't comment on some observations made there because cases differ. Naturally, nobody can ask you to do something which violates the bounds of law. I have repeatedly said, I am giving you just first, in the case of the Lokayukt, you cannot be your own judge. You are violating the basic principle of jurisprudence, where you want to sit in judgment about your own self. As far as the university bills are concerned, where is the provision? Who will meet the expenditure which will be incurred by the chancellors, individual chancellors of the universities, which the bill seeks to appoint? And if any expenditure is involved, will that be considered as money bill or not? And if it is money bill, will it require the prior approval of the governor or not? So all these things will have to be, I can comment only when a ruling or decision comes. I can't comment on some observations. That is not for me. I know even on the ruling, it is not a question of commenting. Whatever ruling Supreme Court gives, we are all duty bound to implement it. So the state government says that since these bills are pending, Let them say, so now that they have gone to the Supreme Court, why I should react to what they are saying? Whatever I have to say now, I will make my submissions in the Supreme Court. don't you think that Raj Bhavan and the state government should work in tandem to take things forward? For the They should, of course, there should be. But right from beginning, when you start using legislature for purposes other than what it is meant for, you keep the governor in dark. You citizenship, what citizenship has got to do with the state government? And you pass laws beyond jurisdiction. Then what to do? You want me to acquiesce to something where it's absolutely clear that they have transgressed their jurisdiction. So What to do then? So you have asked for clarification. I asked. Did they give you that? No, that is the whole problem. Ministers come, I show them, the first thing which I do is, I show them a letter which has been written by the Chief Minister. And the ministers say, sir, this has been written by the Chief Minister, how can we explain it? I said, then send the Chief Minister. Or at least ask him to withdraw this letter. Nothing has happened so far. So if they are merely visiting Raj Bhavan does not mean that you have clarified the issues which I have raised. I need clarification on those issues, and then I will take decision. So the social security pensions in the state have been pending, and now this Kerala is happening, a lot of expenditure is happening.
I should not speak about it publicly. So many people are speaking. I have said it earlier. If you want, I can say it again. I am proud of Kerala. But, and all this prosperity which we see, which Niti Aayog acknowledges, it is all the credit goes to the ordinary Malayalis, who this state is so rich in human resource. They go away from Kerala, earn money and send money back to Kerala. Here the only thing which we have is lottery and liquor. I feel ashamed. The only major source of revenue is lottery and liquor. If these Keralites are not working so hard outside Kerala, what would happen to the state? And what do you think it is really the status which Kerala enjoys? 100% literacy, awareness and everything. And who really is exploited through lottery? The poor people, common people. So I feel ashamed. More than that, I won't like to say anything. Sir, if I may ask, is it correct to say that only lottery and liquor as Major sources of revenue. Major sources of revenue. I'm not saying the only. The tourism is there, but tourism mainly, the credit goes to the private Ayurveda players who have popularized people, particularly those who come from outside. They come for Ayurveda thing. But I'm saying there are many sources of revenue. But is it okay for a state like Kerala to continue having lottery? What does lottery means? Why no other state in India is having this lottery? Why only Kerala is having lottery? Kerala and one possibly Sikkim. Why only they are having? Whom we are fleecing through lottery? It is the poor man. Even the middle class people don't buy lottery tickets. So you will give money to your party cadre, employ them for 2 years as your political assistants, and then they become entitled to lifelong pension. Where the money will come from to pay? Then you will fleece the poor people by enticing them to buy lottery tickets and then use that money for political funding. Sir, regarding the bill spending, will you be waiting for the Supreme Court judgment? Unless, no. Why I should wait for the Supreme Court judgment? Supreme Court judgment, so they have every right to direct us. I can take decision only after government clarifies the questions which I have raised. Then I can take decision. And they have not clarified. Ministers came, it is true. But even the first thing which I showed them, the letter of the Chief Minister, they said, sir, only Chief Minister can explain. I said, then either send him or ask him to withdraw this letter. He has neither come nor withdrawn that letter. The Education Minister says that you are acting like an opposition leader. She has every right. She has every right to, she is entitled to her opinions. We live in a democracy. Why you should feel hurt if she says so? I'm not. Not she. Education Minister, not Higher Education Minister. Well, anybody, he, she, there is in legal language no difference. So why should you feel disturbed or hurt by it? We live in a democracy. Everybody is entitled to views. They can have any view about it. Thank you. ബില്ലുകളിൽ ഒപ്പിടാതെ തടഞ്ഞുവെച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിന് പിന്നാലെയുള്ള ആദ്യ പ്രതികരണമാണ് ഗവർണർ നടത്തിയത്. മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇതിന്മേൽ ക്ലാരിഫിക്കേഷൻ നടത്തുന്നതുവരെ ഈ ബില്ലിൽ ഒപ്പിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പാലക്കാട് നല്ലേപ്പള്ളിയിൽ യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. നല്ലേപ്പള്ളി മാണിക്കകക്കളം സ്വദേശിനി ഊർമിളയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സജീഷിനെ പോലീസ് പിടികൂടി. കുടുംബ പ്രശ്നങ്ങളാണ് കൊലയിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. രണ്ടും വേണ്ട വന്നിരിക്കുകയാണ്. 3 മാസം മുമ്പ് ഇതേമാതിരി വന്നിട്ട് അവൻ വെട്ടി കേസൊക്കെ ഉള്ളിലേക്ക് കിടന്ന് വന്നതാണ്. പിന്നെ അവനുമായിട്ടുള്ള ബന്ധം വേണ്ട പറഞ്ഞ അവൾ വീട്ടിലിരിക്കുകയാണ്.
അപ്പോൾ അവളിപ്പോൾ ഒരു കോയമ്പത്തൂരോടെ ഒരു കമ്പനി പണിക്ക് പോകുന്നു. അപ്പോൾ ഈ ആളില്ലാത്ത സമയം നോക്കി അവൻ കറക്റ്റ് വീടിൻ്റെ അറിയും. അപ്പോൾ അവന് പെട്ടെന്ന് ചെയ്ത് അവന് അവൾ വേണം, അവന് അവൾക്ക് അവന് വേണ്ട, ഞാൻ എന്നോട് വരില്ല അവർ നിൽക്കുകയാണ്. ഞാനൊരു 3 മാസം. കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, എപ്പോഴാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്? ബന്ധുക്കൾ സൂചന നൽകുന്നതുപോലെ മുൻപും ഇത്തരത്തിൽ ഉള്ള കൊലപാതക ശ്രമങ്ങൾ ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പ്രതിയെ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? നന്ദു, 32-കാരിയായ ഊർമിള ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് കമ്പിളിച്ചുങ്കത്തെ പാടത്തിന് സമീപത്ത് വെച്ച് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുന്നത്. നിലവിൽ ഭർത്താവായിട്ടുള്ള സജീഷ് എന്നയാളാണ് ഊർമിളയെ ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായത്. ഏറെ നാളായിട്ട് ഈ സജീഷും ഊർമിളയുമായിട്ട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതിനാൽ ഇവർ ബന്ധം വേർപെട്ട് ഊർമിള സ്വന്തം വീട്ടിൽ, നല്ലപ്പള്ളിയിലെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നിലവിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പരിക്കേറ്റ നിലയിൽ ഊർമിളയെ കണ്ടെത്തിയ സമീപവാസികൾ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ആദ്യം ഊർമിളയെ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒപ്പം ഇവർ ഏറെ നാളായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇതിനു മുമ്പും സജീഷ് ഇത്തരത്തിൽ ഊർമിളയെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് ഈ ഊർമിളയുടെ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് സജീഷിനെതിരെ നേരത്തെ തന്നെ പോലീസിൽ കേസടക്കം നിലനിൽക്കുന്നതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണത്തിലൂടെ ഊർമിളയെ സജീഷ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇപ്പോൾ ചിറ്റൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായിട്ട് ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ടാവുക. ശരി, ഗൂഗിൾ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ നഗരത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. ഒളരിക്കര സ്വദേശി ശ്രീരാഗാണ് മരിച്ചത്. 2 സംഘങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം. ഇന്നലെ രാത്രി 11:30 സംഭവം. ദിവാഞ്ചി മൂല പാസ്പോർട്ട് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു സംഘട്ടനം. മരിച്ച ശ്രീരാഗിന്റെ സഹോദരങ്ങളായ ശ്രീരാജ്, ശ്രീനേഗ്, പ്രതിയായ അൽത്താഫ് എന്നിവരാണ് പരിക്കേറ്റ ചികിത്സയിലുള്ളത്. ഇതിൽ ശ്രീനേഗിന് കുത്തേറ്റിട്ടുണ്ട്. മറ്റു 2 പേർക്ക് അടിപിടിയിലുള്ള പരിക്കാണ്. പരിക്കുകൾ ഗുരുതരമല്ല. ശ്രീരാഗും സംഘവും തൃശൂർ റെയിൽവേ സ്റ്റേഷൻ 2ാം പ്ലാറ്റ്ഫോമിലിറങ്ങി പുറത്തേക്ക് വരികയായിരുന്നു. ദിവാഞ്ചിമൂല കോളനിക്കുള്ളിലൂടെയാണ് ഇവർ പുറത്തു വന്നത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കവർ അവിടെയുണ്ടായിരുന്ന അൽത്താഫും സംഘവും പരിശോധിച്ചതോടെയാണ് തർക്കമുണ്ടായത്. തുടർന്നായിരുന്നു കത്തിക്കുത്ത്. ശ്രീരാഗ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുത്തിയ അൽത്താഫിനും സംഘട്ടനത്തിൽ പരിക്കേറ്റു. ഇയാൾ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റവരിൽ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി 11:30 സംഭവം. അമൃത ന്യൂസ്, തൃശൂർ. പാലക്കാട് കൂട്ടുപാതയിൽ സ്വിഫ്റ്റ് ബസിന്റെ ചില്ല് യാത്രക്കാരൻ കല്ലെറിഞ്ഞ് തകർത്തു. തമിഴ്നാട് സ്വദേശി വിജയകുമാറാണ് വയനാട് പഴനി റൂട്ടിലോടുന്ന സ്വിഫ്റ്റ് ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തത്. ബസ്സിനകത്ത് വെച്ച് ബഹളമുണ്ടാക്കിയ ഇയാൾ പുറത്തിറങ്ങിയ ശേഷം ബസ്സിന് നേരെ കല്ലെറിയുകയായിരുന്നു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉല്ലാസയാത്രയ്ക്കിടെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ഹൃദയാഘാതം മൂലം മരിച്ചു. പാലക്കാട് പുല്ലാപ്പറ്റ MNKM ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീ സയനയാണ് മരിച്ചത്. മൈസൂരിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോയപ്പോഴായിരുന്നു സംഭവം. ഇന്നലെ രാത്രിയായിരുന്നു ഹൃദയാഘാതമുണ്ടായത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ മൃതദേഹം പാലക്കാട് എത്തിക്കും. അച്ഛനും ബന്ധുക്കളും മൈസൂരിലെ ആശുപത്രിയിലെത്തി. സയനയുടെ മരണത്തിൽ അനുശോചിച്ച MNKM സ്കൂളിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി സ്ഫോടനത്തിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം 10 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. സ്ഫോടനത്തിനായി ഡൊമിനിക്കിന് പണം എവിടെ നിന്ന് ലഭിച്ചു, ഇയാളുടെ വിദേശ ബന്ധങ്ങൾ, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. സ്ഫോടനം നടന്ന കളമശ്ശേരി സാമ്ര കൺവെൻഷൻ സെന്റർ, സ്ഫോടന സാധനങ്ങൾ വാങ്ങിയ കടകൾ, പെട്രോൾ വാങ്ങിയ പമ്പ തുടങ്ങിയ ഇടങ്ങളിൽ ഇനി തെളിവെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതേസമയം സ്ഫോടനത്തിൽ ആദ്യം മരിച്ച പെരുമ്പാവൂർ സ്വദേശി ലിയോണയുടെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. ഇവരുടെ DNA പരിശോധനാ ഫലം എത്തിയതോടെയാണ് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. സ്ഫോടനത്തിൽ 4 പേരാണ് ഇതുവരെ മരിച്ചത്. 19 പേർ കൊച്ചിയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്.
സംസ്ഥാന സർക്കാരിന്റെ കേരളീയം 2023 ഇന്ന് കൊടിയിറങ്ങും. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 42ഓളം വേദികളിലായി 300ഓളം കലാപരിപാടികളും 25 സെമിനാറുകളുമാണ് കേരളീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. 7 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. വൈകുന്നേരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജയചന്ദ്രൻ, ശങ്കർ മഹാദേവൻ, കാർത്തിക്, സിതാര, റിമി ടോമി, ഹരിശങ്കർ എന്നിവരുടെ മെഗാ മ്യൂസിക്കൽ ഷോയും അവതരിപ്പിക്കും. അവശ്യമരുന്ന് ലഭിക്കാത്തതിനാൽ സംസ്ഥാനത്തെ പ്രമേഹ ബാധിതരായ കുട്ടികൾ ദുരിതത്തിൽ. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മിഠായി പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്ന മരുന്നിന് ക്ഷാമം നേരിടുകയാണ്. കൃത്യസമയത്ത് മരുന്ന് നൽകിയില്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുമെന്നതിനാൽ ആശങ്കയിലാണ് രക്ഷിതാക്കൾ. കൃത്യമായ മരുന്നും പരിരക്ഷയും ലഭിക്കേണ്ടവരാണ് ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾ. ദിനംപ്രതി നൽകുന്ന ഇൻസുലിന്റെ അളവിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും അത് അവരുടെ ആരോഗ്യസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ കൃത്യമായി നൽകേണ്ടതുണ്ട്. സർക്കാർ നടപ്പിലാക്കിയ മിഠായി പദ്ധതി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വലിയ ആശ്വാസമായിരുന്നു. പദ്ധതി വഴി രജിസ്റ്റർ ചെയ്ത എല്ലാ ടൈപ്പ് 1 ബാധിതരായ കുട്ടികൾക്കും ഇൻസുലിനും നീഡിലും സ്ട്രിപ്പും നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ 2 ആഴ്ചയായി ഇവർക്ക് മരുന്ന് ലഭിക്കുന്നില്ല എന്നാണ് രക്ഷിതാക്കളുടെ പരാതി. മരുന്നിനായി അതത് സെന്ററുകളിൽ എത്തുന്ന രക്ഷിതാക്കൾ നിരാശയോടെയാണ് മടങ്ങുന്നത്. നിർധനരായ പല രക്ഷിതാക്കളും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് വിജേഷ് പറയുന്നു. ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ജീവൻ രക്ഷാ മരുന്നാണ്. അത് കുട്ടികൾ എടുത്തിട്ടില്ലെങ്കിൽ അത് അവരുടെ ജീവൻ തന്നെ ആപത്തുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഇതൊരു വലിയൊരു സാമ്പത്തിക ചിലവുള്ളതാണ്. ഒരു കാറ്ററിജിന് തന്നെ 1000-ന്റെ അടുത്ത് വില വരുന്ന സംഭവമാണ്. ഇത് നമുക്ക് കിട്ടാതാകുമ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ ട്രൈബൽസൊക്കെ ഉണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ട്രൈബൽസൊക്കെ ഇത് കിട്ടാതെ ആകുന്നതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബാക്കിയുള്ള പല പല പ്രശ്നങ്ങൾ വരും. 2 മാസം കൂടുമ്പോഴായിരുന്നു മരുന്ന് ലഭിച്ചിരുന്നത്. പിന്നീട് അത് 2 ആഴ്ചയായി കുറച്ചു. ഇപ്പോൾ ഒട്ടും മരുന്ന് കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. ചോദിക്കുമ്പോൾ ഓർഡർ നൽകിയിട്ടുണ്ട്, ഉടൻ എത്തുമെന്ന മറുപടിയാണ് അധികൃതർ പറയുന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 2 ആഴ്ച കൂടുമ്പോൾ അല്ലെ ആഴ്ച കൂടുമ്പോൾ കുറച്ച് മരുന്ന് അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സ്ട്രിപ്പ് തന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. സ്ട്രിപ്പ് നമുക്ക് 50ഓളം സ്ട്രിപ്പായിരുന്നു 2 മാസം തന്നിരുന്നത്. ശരിക്കും 210ഓളം സ്ട്രിപ്പ് മിനിമം ഒരു കുട്ടിക്ക് വേണ്ടതാണ്. അപ്പോൾ അതുകൂടി കിട്ടാതെ വരുന്നൊരു സാഹചര്യത്തിൽ ഇവർ ചെക്ക് ചെയ്യുന്ന പോലുമില്ല. നമുക്ക് ഷുഗർ കൂടുതലാണോ കുറവാണോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അറിയുന്നില്ല. അപ്പോൾ അവർക്ക് ഭാവിയിലേക്ക് വലിയൊരു വിഷയമായിരിക്കും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം തുടങ്ങിയ ജില്ലകളിലാണ് വലിയ തോതിൽ മരുന്നുക്ഷാമം നേരിടുന്നത്. കോഴിക്കോട് ജില്ലയിൽ 200ഓളം കുട്ടികൾ ഈ പദ്ധതിയെ ആശ്രയിക്കുന്നവരുണ്ട്. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ക്ഷാമം പരിഹരിച്ച് കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അഭിമാനബോധത്തെയും സ്വത്വബോധത്തെയും അപമാനിക്കുന്ന നിലപാടാണ് കേരളീയത്തിൽ കണ്ടത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധ